ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. നിരവധി പോഷകങ്ങളുടെ കലവറയായ അഗസ്ത്യച്ചീരയെപ്പറ്റി എല്ലാവർക്കും അറിയുമായിരിക്കുമല്ലോ അല്ലേ? എങ്കിലും ഞാനൊന്ന് ലഘുവായി പറയട്ടെ. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫൈബർ, കാൽസ്യം, ഫോസ്ഫറസ്, അയൺ, വൈറ്റമിൻ സി, വൈറ്റമിൻ എ തുടങ്ങിയ 60ഓളം പോഷകങ്ങൾ അഗസ്ത്യച്ചീരയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ക്യാൻസറിനെ ചെറുക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സാധിക്കുന്നു. അഗസ്ത്യച്ചീരയുടെ ഇല കഴിക്കുന്നതിലൂടെ രക്തത്തിലെ കൊഴുപ്പിനെ അടിഞ്ഞുകൂടുന്നത് തടയുകയും അതുവഴി രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. കൂടാതെ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും ചെയ്യുന്നു. സ്ഥിരമായി ഇത് ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞു വരുന്നതായി കാണാം. കണ്ണിൻ്റെയും എല്ലുകളുടെയും ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ചുമ, കഫക്കെട്ട് ഇതെല്ലാം കുറയ്ക്കാനുള്ള നല്ലൊരു മരുന്ന് കൂടിയാണിത്. കൂടാതെ അഗസ്ത്യ ഇലയുടെയും പൂവിൻ്റെയും നീര് മൈഗ്രെയിൻ കുറയ്ക്കുന്നതിന് അത്യുത്തമമാണ്. പിന്നെ ഇതിൻ്റെ നീരിന് മുറിവുണക്കാനുള്ള അത്ഭുത ശേഷി കൂടിയുണ്ട്. ഇത്തരത്തിൽ ഒട്ടനവധി ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമാണ് അഗസ്ത്യച്ചീര. അപ്പോൾ പിന്നെ ഇന്ന് നമുക്ക് അഗസ്ത്യച്ചീരയുടെ പൂവ് കൊണ്ടുള്ള ഒരു തോരനായാലോ? അതിനായി ആദ്യം തന്നെ പൂവെല്ലാം നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും ചെറുതായി അരിഞ്ഞെടുത്ത അഗസ്ത്യപ്പൂ ചേർത്ത് കൊടുക്കാം. ഏകദേശം 20ഓളം പൂക്കളാണ് ഞാനിവിടെ തോരൻ വയ്ക്കാനായി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി കൊത്തിയരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നല്ല ഒരു കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പിലയും 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മാത്രം വെള്ളം കൂടിയാണ്. വെള്ളം ഒട്ടും തന്നെ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം പൂവിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരും. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പൂവിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി നന്നായിട്ടൊന്ന് വെന്ത് വരുന്നുണ്ട്. പൂവെല്ലാം നന്നായി വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഔഷധ ഗുണത്താലും രുചി വൈവിധ്യത്താലും സമ്പന്നമായ അഗസ്ത്യപ്പൂ തോരൻ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. Thank you.